കേരള സർവകലാശാല വിസിക്ക് തിരിച്ചടി. മുൻ രജിസ്ട്രാർ അനിൽകുമാറിന് നൽകിയ കുറ്റാരോപണ നോട്ടീസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. തുടർ നടപടികൾ പാടില്ലെന്ന് നിർദ്ദേശം. നടപടി അനിൽകുമാർ നൽകിയ ഹർജിയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കേസിൽ പ്രതിയായ KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതെന്തെന്ന് കോടതി. ദേവസ്വം ബോർഡിനും വിമർശനം. ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ട് തിരുവല്ല കോടതി. SITയുടെ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് കുറ്റപത്രം നൽകാൻ SIT നീക്കം. 3 കേസിലും 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കും. യുവതിയെ ഭീഷണിപ്പെടുത്തിയതിന് കൂടുതൽ തെളിവുകൾ. കരൂർ ദുരന്ത കേസിൽ നടൻ വിജയെ ചോദ്യം ചെയ്ത് CBI. ഡൽഹി CBI ആസ്ഥാനത്ത് ചോദ്യം ചെയ്തത് 5 മണിക്കൂർ. മുദ്രാവാക്യം വിളികളുമായി TVK പ്രവർത്തകർ. വിജയ് ചിത്രം ജനനായകന് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരെ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയിൽ. തടസ്സ ഹർജിയുമായി സെൻസർ ബോർഡ്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിചാരണ കോടതി. വിചാരണ സമയത്ത് അഭിഭാഷക കോടതിയിൽ വന്നത് 10 ദിവസത്തിൽ താഴെയെന്നും കോടതിയിൽ വന്ന് ഉറങ്ങുകയാണ് പതിവെന്നും വിമർശനം. ലക്ഷ്യത്തിലെത്താതെ ISROയുടെ PSLV C-62 ദൗത്യം. വിക്ഷേപണ പാതയിൽ നിന്നും വ്യതിചലിച്ചതായി വിശദീകരണം. 3ാം ഘട്ടം തകരാറിലാകുന്നത് തുടർച്ചയായി 2ാം തവണ. PSLV C-62 കുതിച്ചുയർന്നത് തന്ത്രപ്രധാനമായ അന്വേഷ ഉൾപ്പെടെ 16 പേലോഡുകളുമായി.